പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേരള PSC ബികോം ബിരുദധാരികൾക്കായിട്ട് കേരള ഗവൺമെന്റിന്റെ വിവിധ ഇനം കമ്പനികളിലും കോർപ്പറേഷനുകൾക്കുള്ള അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഈ 15-ാം തീയതി PSC പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോൾ ബികോം എല്ലാം കഴിഞ്ഞ് പല സ്ഥാപനങ്ങളിൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെല്ലാം അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് ഒരുവിധം എല്ലാവർക്കും മടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ എല്ലാം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നാറുണ്ട്, നമുക്കൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലൊക്കെ ഈ ഒരു ജോലി നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് കേരള PSC ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കേരള PSC ഇറക്കിയിട്ടുള്ള ആ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വിശകലനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. കാറ്റഗറി 364 കാറ്റഗറി 364/2025 കാറ്റഗറി പ്രകാരം അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി 364/2025 എന്നുള്ളതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കേരള PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിനോടൊപ്പം തന്നെ കാറ്റഗറി 363/2025 ഏതൊക്കെ പോസ്റ്റാണ്? അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പൊ ബികോം പഠിച്ചിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 2 നോട്ടിഫിക്കേഷനുകളാണ് PSC പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ 2 എക്സാമും ഈ 2 പോസ്റ്റുകളിലേക്കും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ പ്രിപ്പറേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂടാ, പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. കാറ്റഗറി നമ്പർ 363/25 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 15/9/2025 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 15/10, അടുത്ത മാസം 15-ാം തീയതി ബുധനാഴ്ച രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണോടാ, എല്ലാവരും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ അപ്ലൈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഡേറ്റും ലാസ്റ്റ് ഡേറ്റും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു, 363/2025 ആണ്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്കാം. വാരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, ഗവൺമെന്റിന്റെ കമ്പനീസ്, കോർപ്പറേഷൻ ബോർഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതൊക്കെയാണ് കമ്പനികൾ എന്നാണ്? കേരള ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അതുപോലെ തന്നെ കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് ലിമിറ്റഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ്, സ്റ്റേറ്റ് ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ അത് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ പോസ്റ്റ് ഈ ഓർഗനൈസേഷനുകൾക്കെല്ലാം കൂടിയിട്ടാണ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ, വ്യക്തമായിട്ട്. ഇനി ഇതിന്റെ നെയിം ഓഫ് പോസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി പോസ്റ്റ് ബൈ ദി കമ്പനീസ് ആണ്. നമുക്ക് ഇതിൽ ഏത് പോസ്റ്റ് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്കെയിൽ ഓഫ് പേ നമുക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. നമുക്ക് റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വേക്കൻസികൾ അവിടെ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പലർക്കുള്ള സംശയമാണ്, സാറേ ഇതിന് പ്രിലിംസ് ഉണ്ടോ, അല്ല 2 സ്റ്റേജ് ആണോ പരീക്ഷ? മക്കളെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒറ്റ പരീക്ഷയുള്ളൂ. അതിലത്തെ മാർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. സോ ഒറ്റ പരീക്ഷയെ നമുക്ക് ഇതിനുണ്ടാവുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അടുത്ത് നോക്കാം. എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇതിന്റെ ഏജ് എത്രയാണ്? 18 വയസ്സ് മുതൽ ജനറൽ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക്, ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ആണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക, അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ നല്ല രീതിയിൽ പഠിക്കണം. ചിലവരൊക്കെ 34, 35 നിൽക്കുന്നവരുണ്ടായിരിക്കും. അവരുടെയൊക്കെ അവസാന ചാൻസ് ആയിരിക്കും ഇത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. പിന്നെ നമുക്ക് ഓരോ റിസർവേഷൻ കാറ്റഗറി അനുസരിച്ചിട്ട് നമുക്കുണ്ട് ഓരോ ഏജിൽ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക.
ഇനി അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ BBA-കാർക്ക് ഒന്നും പറ്റില്ല, ആകെ കൂടി പറ്റിയ BCom അല്ലെ, എ പാസ് ഇൻ BCom ഡിഗ്രി ഫ്രം ദി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് വേണടാ, BCom ഡിഗ്രി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇതൊരു ലിങ്കാണ്, ഞാൻ നമുക്ക് ഇതിന്റെ PDF ഗ്രൂപ്പിലിട്ട് തരാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ, ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ക്ലിയർ. ഇനി നോക്കാം അടുത്ത കാറ്റഗറി നമ്പർ 364 2025 ആണ്. സെയിം ഡേറ്റ് തന്നെയാണ്, നമുക്ക് 15/9/2025 ഗസറ്റിൽ അതിന് നോട്ടിഫിക്കേഷൻ വന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 ദെൻ അതുപോലെ തന്നെ ഈ പോസ്റ്റിൽ പറയുന്നത് വാരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻ ബോർഡാണ്. ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഈ തുടങ്ങിയ പോസ്റ്റുകളൊക്കെയാണ് നമുക്ക് ഈ തുടങ്ങിയ കമ്പനികളിലേക്കുള്ള ഏതൊക്കെ പോസ്റ്റാടാ, അക്കൗണ്ടന്റ് ഗ്രേഡ് 2 അക്കൗണ്ട് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകളാണ് നമുക്കുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പൊ ഈ സംശയം തോന്നും, ഓരോ നോട്ടിഫിക്കേഷനും ഓരോ എക്സാം ഉണ്ടാവും. ഇല്ലടാ, ഒറ്റ എക്സാമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന്റെ മാർക്ക് അനുസരിച്ചിട്ട് ഈ എല്ലാ കമ്പനികളിലേക്ക്, ഈ 2 നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് എക്സാം എഴുതാൻ പോകുമ്പോൾ അതിൽ ഈ 2 കാറ്റഗറി നമ്പറും അതിലെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ 2 എക്സാം ഉണ്ടായിരിക്കില്ല, ഒറ്റ എക്സാം ഉണ്ടാവാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. പേ എന്ന് പറയുന്നത് ആ പോസ്റ്റും അനുസരിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ്, നമുക്ക് 2 കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും എവിടെ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റുകൾ ഈ കാറ്റഗറി നമ്പറൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കത് അപ്ലൈ ചെയ്യാം. 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ എന്ത് ചെയ്യണം, ഏജ് എന്ന് പറയുന്നത് 2 പോസ്റ്റിലും 18 മുതൽ 36 വയസ്സ് വരെയാണ്. റിസർവേഷൻ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിലാക്സേഷൻ ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു BCom ഗ്രാജുവേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സാമിന് നോർമലായിട്ട് ചോദിക്കാറ്. പക്ഷേ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പൊടി തട്ടിയെടുക്കണം. PSCയുടെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് വരണം, പഠനം നമ്മൾ കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ലേണേഴ്സ് ഹബ് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. നമ്മൾ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോസുകളൊക്കെ അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ചാനലൊക്കെ പ്രോപ്പറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ഫ്രീ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി അടുത്തൊരു സെഷനിൽ നമ്മൾ ക്ലാസ്സുകളായിട്ട് വരും. പിന്നെ സിലബസ് ഡിസ്കഷൻസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. മറക്കാതെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പോസ്റ്റുകൾക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാം. താങ്ക് യു.